ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദര നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായപ്പോൾ 2007 ജഗത് പിതാവായ പ്രപഞ്ച സൃഷ്ടാവായ നാരായണൻ്റെ ദർശനത്തെ തുടർന്ന് ആന്തരിക ദർശനത്തെ തുടർന്ന് ഞാൻ ഭഗവാനെക്കുറിച്ച് ഒരുപാട് കീർത്തനങ്ങൾ എഴുതി. അതിൽ 1-2 ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഞാൻ ഈ കീർത്തനം ഇട്ടിട്ടുണ്ട്, പക്ഷെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇന്ന് ഞാനത് മുഴുവനും ആലപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 62 വർഷമായിട്ട് ഞാൻ ഈ ഭൂമിയിലുള്ള ഒരു ദൈവങ്ങളെ വിശ്വസിച്ചിട്ടുമില്ല, ഞാൻ ആരെയും പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷെ എല്ലാ ദൈവങ്ങളെയും എനിക്കിഷ്ടമാണ്, കാരണം ജീവനുള്ളവയെല്ലാം ദൈവങ്ങളാണല്ലോ. ഞാൻ ഇന്ന് വരെ വിശ്വസിച്ചതും ഞാൻ ആരാധിച്ചതും എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാരായണനെയാണ്. ആ സൃഷ്ടാവ് തന്നെ നിങ്ങളുടെ എല്ലാ ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ നാരായണനെയാണ് കഴിഞ്ഞ 62 വർഷമായിട്ട് ഞാൻ വിശ്വസിച്ചതും ആരാധിച്ചതും. ആ ഭഗവാൻ ഏത് രൂപത്തിലാണ് എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്നത്, എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ കീർത്തനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കീർത്തനം ഞാൻ ചൊല്ലാൻ പോവാണ്, കുറച്ച് വലുതാണ്. ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനം ഇതാണ്. അമ്മയും നീയേ, അച്ഛനും നീയേ, ശരണം നീയേ ജഗദ്ഗുരുവേ. നീയും ഞാനും ഒന്നല്ലേ, നീയല്ലാതെ എനിക്കാരുണ്ട്. കൃഷ്ണനും നീയേ, ക്രിസ്തുവും നീയേ, നബിയും നീയേ മഹാഗുരുവേ. സത്യവും ധർമ്മവും രക്ഷിച്ചു കൊള്ളുന്ന ലോകപിതാവേ ജഗദ്ഗുരുവേ. പിതാവും നീയേ, പുത്രനും നീയേ, പരിശുദ്ധാത്മാവു നീയല്ലോ. കാരണം നീയേ, കാരുണ്യം നീയേ, കാത്തിടേണമേ ജഗത്പിതാവേ. വിഷ്ണുവും നീയേ, രുദ്രനും നീയേ, ബ്രഹ്മദേവനും നീയല്ലോ. രാമനും നീയേ, സീതയും നീയേ, കൽക്കിയും നീയേ ജഗത്പിതാവേ. ഈശോ നീയേ, മിശിഹ നീയേ, അള്ളാഹു നീയേ, വായ്ഗുരുവേ. കർത്താവു നീയേ, കർമ്മവും നീയേ, യഹോവയും നീയേ ജഗത്പിതാവേ. ബുദ്ധനും നീ, മഹാവീരനും നീ, ശ്രീഗണനായകൻ നീയല്ലോ. പാർവതി നീയേ, മറിയവും നീയേ, ലോകമാതാവേ ജഗത്പിതാവേ. ആദ്യവും മധ്യവും അന്തവുമില്ലാത്ത ആദിപരാശക്തി നീയല്ലോ. സൃഷ്ടി സ്ഥിതിലയ സംഹാരങ്ങൾ മോഹിനിയാം നിന്റെ മായയല്ലോ. ആകാശ നീയേ, ആശ്രയം നീയേ, ആദിനായകൻ നീയല്ലോ. പാപിയ ഞങ്ങളെ പാലിച്ചു കൊള്ളുന്ന ഭൂമി മാതാവേ ജഗത്പിതാവേ. കാലവും നീയേ, കാലനും നീയേ, അഗ്നിയും വരുണനും നീയല്ലോ. സൂര്യനും നീയേ, ചന്ദ്രനും നീയേ, ലോകപാലക ജഗത്പിതാവേ. വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, താരാഗ്രഹങ്ങൾ നീയല്ലോ. മരുതൻ നീയേ, മണികണ്ഠൻ നീയേ, മുരുകനും നീയേ ജഗത്പിതാവേ. റബ്ബും നീയേ, റഹ്മാനും നീയേ, ഗുരുഗ്രന്ഥ സാഹിബും നീയല്ലോ. ഗീതയും നീയേ, ബൈബിളും നീയേ, വിശുദ്ധ ഖുറാനും നീയല്ലോ. ഗുരുവും നീയേ, ശിഷ്യനും നീയേ, വിദ്യയും വിനയവും നീയല്ലോ. ത്രൈലോക്യങ്ങളിൽ വാണരുളുന്ന പരമാത്മാവേ ജഗത്പിതാവേ. പാപിയാമെന്നുടെ ദുഃഖങ്ങളൊക്കെയും മഹാഗുരുവേ നിന്നിൽ സമർപ്പിക്കുന്നു. കൈവടിയല്ലേ ജഗത്പിതാവേ, കാത്തരുളിയിടണേ ജഗദ്ഗുരുവേ. ഇപ്പം ചെറുപ്പം തൊട്ട് അച്ഛനില്ലാതെ വളർന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാനെ ഞാൻ പിതാവായിട്ടാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പപ്പ എന്നാണ് എൻ്റെ ഉള്ളിൽ ഭഗവാനെ വിളിക്കുന്നത്. ആ ഭഗവാനെക്കുറിച്ച് എൻ്റെ ഉള്ളിലിരിക്കുന്ന രൂപം ഇതാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഭഗവാന്റെ രൂപം ഇരിക്കുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ചേർന്നെങ്കിൽ മാത്രമേ ഭഗവാൻ പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഓരോരോ അവയവങ്ങളും ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം പൂർണ്ണമാകുന്നത്. അല്ലാതെ ഒന്നുകൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണമല്ല. നമ്മുടെ മുടികൾ തന്നെ എത്ര കോടികളുണ്ട്, അതുപോലെ ഓരോ അവയവങ്ങളും ചേരുമ്പോഴാണ് ഭഗവാൻ പൂർണ്ണമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഓരോ മനുഷ്യനും, അത് അസുരനായിക്കോട്ടെ ദേവനായിക്കോട്ടെ, എത്ര മോശമോ എത്ര നല്ലതോ എങ്ങനെയുള്ളവരായിക്കോട്ടെ, മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും സകല ജന്തുക്കളും സർവ്വചരാചരങ്ങളും സർവ്വഭൂതങ്ങളും ചേർന്നെങ്കിൽ മാത്രമേ ഭഗവാൻ നാരായണൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഭഗവാൻ ഒരു വലിയ ഭൂമിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റിപ്ലിക്കാണ്, ഒരു ചെറിയൊരു ഗ്ലോബ് മാത്രമാണ്. ഇതാണ് എൻ്റെ സന്ദേശം.